ഓംലെറ്റ് ഉണ്ടെങ്കിൽ ചോറ് കുശാലായി എന്നാണ് നമ്മൾ പറയൽ. നമ്മൾ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കലെന്ന് കാണിച്ചു തരാം. ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പ് ആവശ്യത്തിലിട്ട് നല്ലോണം ഇതുപോലെ കൈനെ കൊണ്ട് ഞെരടുക. ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. എന്നിട്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. 3 മുട്ട എടുക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഓംലെറ്റ് ആക്കുന്നത്. അങ്ങനെ 3 പൊട്ടിച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഇനി മിക്സ് ചെയ്യുക. സാധാരണ മുട്ട ഓംലേറ്റ് നിങ്ങൾ ഇതുപോലെയാണോ ആക്കലെന്ന് പറയണേ. നമ്മളുടെ എല്ലാവർക്കും എപ്പോഴും മുളകൊന്നും വേണ്ട. മക്കൾക്ക് കൊടുക്കുമ്പം പച്ചമുളക് എപ്പോഴെങ്കിലും മാത്രമേ ഇടയുള്ളൂ. അവർക്ക് അങ്ങനെ ഒരുപാട് എരിവൊന്നും വേണ്ട. ഇനി പാന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചതും അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. ഇനി ഉള്ളി കുറച്ചൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉള്ളത്. അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് അതൊന്നും ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടും ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്, ആ പച്ചച്ചവയെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഉള്ളീൻ്റെ. എന്നിട്ട് നമുക്ക് വാങ്ങാം ചോറും മുട്ട ഓംപ്ലേറ്റും. ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ കഴിച്ചിനെ. എന്നാൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് മുട്ട ഓംപ്ലേറ്റിൻ്റെ ഭംഗി കാണിച്ചു തരാം. നിങ്ങളെങ്ങനെയാണ് മുട്ട ഉണ്ടാക്കൽ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുണ്ട കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ ചാറാണ്. മാങ്ങ എടുക്കുന്നില്ല. ചോറിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴക്കുന്നുണ്ട്. കുഴക്കുവാന്ന് പറയില്ലേ, കുഴച്ചു. എന്നിട്ട് ചമ്മന്തിയും മുട്ട ഓംപ്ലേറ്റും. അടിപൊളി. വേറെ എന്തെങ്കിലും വേണോ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.